بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. السلام عليكم ورحمة الله وبركاته. ഇന്നത്തെ ദർസിൻ്റെ വിഷയം വോട്ട് ചെയ്താലാണോ അതോ നാം സ്വയം നന്നായാലാണോ അള്ളാഹു അക്രമികളായ ഭരണാധികാരികൾക്ക് പകരം നല്ല ഭരണാധികാരികളെ നമുക്ക് നൽകുക. അള്ളാഹു പറഞ്ഞു, വകദാലിക നുവല്ലി ബാദൽ ളാലിമീന ബാദ ബിമാ കാനൂ യക്സിബൂൻ. അപ്രകാരം അഥവാ അതിക്രമങ്ങൾ വഴി അവർ സമ്പാദിച്ചതിൻ്റെ ഫലമായി നാം അക്രമികളായ ചിലരുടെ മേൽ അധികാരം നൽകി. ഇത് 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 129-ാം വചനാണ്. തഫ്സീർ ഖുർത്തുബിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് നമുക്ക് ഇപ്പോൾ വായിക്കാം ഇൻഷാ അല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് പഠിച്ച തഫ്സീറിൽ അഗാധമായ ജ്ഞാനം നൽകണമേ എന്ന് അള്ളാഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രമുഖ ശ്രേഷ്ഠനായ മഹാനായ സഹാബി പണ്ഡിതനാണ്. വഖാല ഇബ്നു അബ്ബാസ്, ഇദാ റളിയല്ലാഹു അൻ ഖൗമിൻ വലിയുൻ അംറുഹും ഖിയാറുഹും വഇദാ സഖതല്ലാഹു അലാ ഖൗമിൻ വലിയുൻ അംറുഹും ശിറാറുഹും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അള്ളാഹു ഒരു ജനതയോട് തൃപ്തിപ്പെട്ടാൽ അവരുടെ ഭരണാധികാരം അവരിലെ നല്ല ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അള്ളാഹു ഒരു ജനതയോട് കോപിച്ചാൽ അവരുടെ ഭരണാധികാരം അവരിലെ മോശം ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയാണ്, അള്ളാഹു ഒരു ജനതയോട് തൃപ്തിപ്പെട്ടാൽ അഥവാ അവരെ തൗഹീദിലും സുന്നത്തിലും ഹറാമുകളൊന്നും ഇല്ലാതെ ഷിർക്കും ബിദ്അത്തുകളൊന്നും ഇല്ലാതെ ഉള്ളവരാണെങ്കിൽ അവരുടെ ഭരണാധികാരം അവരിലെ നല്ല ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർക്ക് നല്ല ഭരണാധികാരികളെ കിട്ടും. അള്ളാഹു ഒരു ജനതയോട് കോപിച്ചാൽ അവരുടെ ഭരണാധികാരം അവരിലെ മോശം ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അള്ളാഹു എപ്പോഴാണ് കോപിക്കുക? ഷിർക്കും ബിദ്അത്തും ഹറാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ മോശം ഭരണാധികാരികളെ കിട്ടും. ഖാല ഇബ്നു അബ്ബാസ് തഫ്സീറുഹു വഅന്നല്ലാഹ ഇദാ അറാദ ബിഖൗമിൻ ശർറൻ വലിയുൻ അംറുഹും ശിറാറുഹും യദുല്ലു അലൈഹി ഖൗലുഹു തആല വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന്റെ വിശദീകരണം അള്ളാഹു ഒരു ജനതയോട് തിന്മ ഉദ്ദേശിച്ചാൽ അവരുടെ ഭരണാധികാരം അവരിലെ മോശം ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഇതിന്റെ തെളിവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് ഏതൊരു ആപത്ത് ബാധിക്കുന്നതായാലും അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമായിരിക്കും. ഇത് തഫ്സീർ ഖുർത്തുബിയിലാണ് അള്ളാഹു ഈ ഖുർആനിന്റെ ആയത്തിന്റെ 6-ാം അധ്യായം 129-ാം വചനത്തിന്റെ തഫ്സീറിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും ഭരണാധികാരികൾ. നമ്മൾ നല്ലവരാണെങ്കിൽ അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകുന്നു. നമ്മൾ നല്ലവരല്ലെങ്കിൽ അള്ളാഹു നമുക്ക് മോശപ്പെട്ട ഭരണാധികാരികളെ നൽകുന്നു. നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകിയിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അതിൽ നമ്മിൽ നല്ലവരുള്ളത് കൊണ്ടാണ്. നമുക്ക് മോശപ്പെട്ട ഭരണാധികാരികളെ നൽകിയിട്ടുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അത് നമ്മിൽ മോശപ്പെട്ടവരുള്ളത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസാ തബായിതും ബിൽ ഈനതി വഖസ്തും
അദ്നാബൽ ബക്രി വറദീതും ബിസ്സുർഇ വതറക്തുമുൽ ജിഹാദ സല്ലല്ലാഹു അലൈക്കും സുല്ല ലാ യൻസുഹു ഷൈഅൻ ഹത്താ തർജിഉ ഇലാ ദീനിക്കും. നിങ്ങൾ പലിശ ഇടപാട് നടത്തുകയും കന്നുകാലികളുടെ വാലുകൾ പിടിക്കുകയും കൃഷിയിൽ സംതൃപ്തരാവുകയും ജിഹാദ് ഉപേക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് നിന്യത വരുത്തി വെക്കും. നിങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് മടങ്ങുന്നത് വരെ നിങ്ങളിൽ നിന്ന് ആ നിന്യത നീക്കം ചെയ്യുകയുമില്ല. ഇത് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ നിന്യതക്ക് കാരണം പലിശ ഇടപാട് നടത്തുകയും കച്ചവടത്തിൽ മുഴുകലുമാണ്. പിന്നെ ജിഹാദ് ഉപേക്ഷിക്കലും. നിന്യതക്കുള്ള പരിഹാരം ദീനിലേക്ക് മടങ്ങുക എന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. പ്രഥമ ജിഹാദ് നിഷ്ക്രിയരാകാതെ സ്വന്തത്തോട് ജിഹാദ് ചെയ്യലാണ്. അത് വിജ്ഞാനം തേടൽ, വിശ്വാസം, തൗഹീദ് ശരിയാക്കൽ, ഷിർക്കിൽ നിന്നും വിദഅത്തുകളിൽ നിന്നും മോചിതരായി സുന്നത്തിൽ അധിഷ്ഠിതമാവുക, ഹറാമുകൾ സൂക്ഷിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നതാണ്. ഇതാണ് സ്ഥായിയായ പരിഹാരം. അവർക്കാണ് വിജയം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ പ്രതിഷേധ സമരങ്ങളോ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണമോ അല്ല. ഇവയൊന്നും സ്ഥായിയായ പരിഹാരമല്ല. മാത്രമല്ല, ഇവയിൽ മതത്തിൽ തെളിവില്ലാത്ത വിദഅത്തുകളുണ്ട്. പ്രയോഗവൽക്കരിക്കുമ്പോൾ ഗുരുതരമായ ഭവിഷ്യത്തുകളും സംഭവിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ മിക്ക രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടും വ്യാപകമായ ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണാഹ്വാനം ഉണ്ടായിട്ടും ഫലസ്തീനിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്നത് നിർത്താൻ സാധിച്ചോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊന്നും പരിഹാരത്തിന്റെ മാർഗമല്ല. ഇനി ചിലർ വോട്ട് ചെയ്യാൻ അങ്ങേയറ്റം പ്രേരിപ്പിക്കുന്നു. ജുമാ ദിവസം മിമ്പറിൽ വരെ ഉദ്ബോധനം നൽകുന്നു. വോട്ട് ചെയ്യാൻ ചിലർ ആയത്തുകൾ വരെ ഉദ്ധരിക്കുന്നു. ഉദാഹരണത്തിന് സൂറത്ത് റൂമിലെ തുടക്കത്തിലെ ആയത്തുകൾ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് സഹാബികൾ റളിയല്ലാഹു അൻഹും ക്രൈസ്തവരുടെ വിജയത്തിൽ സന്തോഷിച്ചു എന്നാണ്. അതുകൊണ്ട് നമുക്ക് നമ്മോട് അടുപ്പമുള്ള അമുസ്ലിങ്ങളെ വോട്ട് ചെയ്ത് വിജയിക്കാം എന്നിവർ പറയും. എന്നാൽ ഇവിടെ സഹാബികൾ റളിയല്ലാഹു അൻഹും ക്രൈസ്തവർ വിജയിക്കാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. അവരുടെ വിജയത്തിന് വേണ്ടി ബിദ്അത്ത് എന്ന തിന്മ ചെയ്തിട്ടില്ല. കാരണം വോട്ട് ചെയ്യൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലോ സഹാബാക്കളിലോ റളിയല്ലാഹു അൻഹും മാതൃകയില്ലാത്ത പുത്തൻ രീതിയിലുള്ള അധികാരത്തിൽ വരുന്ന രീതിയാണ്. അതുകൊണ്ട് അത് ബിദ്അത്താണ്. നമുക്കും നല്ല ഭരണാധികാരികൾ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കാം. പക്ഷേ അതിന് നാം ചെയ്യേണ്ട കർമ്മം നേരത്തെ വായിച്ച അള്ളാഹു പറഞ്ഞ സൂറത്ത് അന്നാമിലെ 129 പറഞ്ഞതുപോലെ നാം നന്നാവുക എന്നതാണ്. ചിലർ പറയുന്നു ഇസ്ലാമിന് ഹലാലായ ഭൗതിക മാർഗങ്ങൾ ഉപയോഗിക്കാം, വോട്ട് ചെയ്യൽ ഭൗതിക മാർഗമായത് കൊണ്ട് അത് അനുവദനീയമാണ് എന്ന്. എന്നാൽ വോട്ട് ഒരു കർമ്മമാർഗമാണ്. കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ സഹാബികളിൽ റളിയല്ലാഹു അൻഹു മാതൃകയുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഇത് സഹീഹ് മുസ്ലിമിലെ റിപ്പോർട്ടാണ്. നമ്മുടെ കൽപ്പനയില്ലാതെ ആരൊരു കർമ്മം ചെയ്തോ അത് തള്ളപ്പെടും. വോട്ട് എന്ന കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതല്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി യഖൂലൂന ഫീ കുല്ലി ഫിഅലിൻ വ ഖൗലിൻ ലം യുസബ്ബിത് അനി സഹാബ ഹുവ ബിദ്അത്തുൻ ലിഅന്നഹു ലൗ കാന ഖൈറൻ ലസാബിഖൂന ഇലൈഹി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത് സഹാബാക്കളിൽ നിന്നും സ്ഥിരപ്പെടാത്ത എല്ലാ കർമ്മങ്ങളും എല്ലാ പ്രസ്താവനകളും ബിദ്അത്താകുന്നു എന്നാണ്. കാരണം അത് നന്മയായിരുന്നുവെങ്കിൽ അവർ നമ്മെ അതിൽ മുൻകടക്കുമായിരുന്നു. ഇത് 46-ാം അധ്യായം 11-ാം വചനത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നതാണ്. വോട്ട് ചെയ്ത അധികാരത്തിൽ വരുന്ന കർമ്മത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും സഹാബികളിലും റളിയല്ലാഹു അൻഹും മാതൃകയില്ല. അതുകൊണ്ട് വോട്ട് ചെയ്യൽ ബിദ്അത്താണ്. ഇനി പ്രത്യേക സാഹചര്യങ്ങളിൽ വോട്ട് ചെയ്യാമോ? ഷേഖ് ഉബൈദ് അൽ ജാബിരി റഹിമഹുല്ലാഹ് പറഞ്ഞത്, പാശ്ചാത്യ ലോകത്തോ അല്ലാത്തിടത്തോ ഉള്ള മുസ്ലിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർബന്ധിതരാവുകയാണെങ്കിൽ അതിന് നിരവധി സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്നാണ് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു പ്രതിനിധി മുഖേനയല്ലാതെ അവരുടെ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തുന്ന അവകാശങ്ങളൊന്നും അവർക്ക് ലഭിക്കില്ല. അതിനാൽ അവർ ചെയ്യാൻ നിർബന്ധിതരാവുകയും അവർക്ക് മറ്റു മാർഗമില്ലാതിരിക്കുകയും ചെയ്താൽ
ഒന്നിക്കിൽ അവർ മുസ്ലിമായ ഒരാളെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടും, അവരുടെ ആശങ്കകൾ കേൾക്കാൻ ആരുമുണ്ടാവില്ല. ഈ സാഹചര്യത്തിൽ അവർ മുസ്ലിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയും അവരുടെ അവകാശങ്ങൾ പരിപാലിക്കുകയും ചെയ്യുന്ന ബുദ്ധിമാനായ ഒരു നീതിമാനെ തിരഞ്ഞെടുക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഷെയ്ഖ് ഉബൈദ് റഹിമഹുല്ല പറയുന്നു, എന്നാൽ മുസ്ലിങ്ങളിൽ ബിദ്അത്ത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബാക്കളിലോ റളിയല്ലാഹു അൻഹു മാതൃകയില്ലാത്ത ഒരു പുതിയ രീതിയിലുള്ള അധികാരത്തിൽ വരുന്ന രീതിയാണ് ഈ വോട്ട് ചെയ്യൽ. അപ്പോൾ ഷെയ്ഖ് പറയാണ്, എന്നാൽ മുസ്ലിങ്ങളിൽ ബിദ്അത്ത് ഉപേക്ഷിക്കുകയും തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടാലും പ്രയാസങ്ങളോട് ക്ഷമയോടെ പെരുമാറിയാൽ അത് അവർക്ക് ഗുണകരവും ഏറ്റവും നല്ലതുമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇതുപോലത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം. എന്നാൽ ഏറ്റവും നല്ലത് അവകാശങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ടെങ്കിലും വോട്ട് ചെയ്യാതെ ക്ഷമിക്കുന്നതാണ്. ബിദ്അത്തുകൾ ഹറാമാണ്, എന്നാൽ നിർബന്ധ സാഹചര്യം വന്നാൽ അനുവദനീയമാകും. അള്ളാഹു പറഞ്ഞു, വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മാ തുർതിർതും ഇലൈഹി. നിങ്ങളുടെ മേൽ അവൻ നിഷിദ്ധമാക്കിയത് അവൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുമുണ്ട് എന്നിരിക്കുക. പക്ഷേ നിങ്ങൾ യാതൊന്നിനും നിർബന്ധിതരാകപ്പെട്ടുവോ അതൊഴികെ അതിന് വിരോധമില്ല. ഇത് സൂറത്ത് അൻആമിലെ 119 വചനമാണ്. 6-ാം അധ്യായം 119 വചനം. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ വോട്ട് ചെയ്യുന്നവരെ തടസ്സപ്പെടുത്തേണ്ടതില്ല. വോട്ട് ചെയ്യുന്നവർ അതുകൊണ്ട് ചെയ്തോട്ടെ. വോട്ട് ചെയ്യാത്തവരെ ആക്ഷേപിക്കുകയും വേണ്ട. കാരണം അവർ ക്ഷമയോടെ ബിദ്അത്ത് ഒഴിവാക്കി സുന്നത്ത് പിൻപറ്റുകയാണ്. വോട്ട് ചെയ്യാത്തവരല്ല ആക്ഷേപാർഹർ, നന്നാവാത്തവരാണ് ഖുർആൻ പ്രകാരം ആക്ഷേപാർഹർ. ഭരണകൂടം എല്ലാ പൗരന്മാരും നിർബന്ധമായും വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാതിരിക്കാം. എന്നാൽ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്, അക്രമികളായ ഭരണാധികാരികളെ നീക്കാനുള്ള മാർഗം അള്ളാഹു കൽപ്പിച്ചത് നാം മനസ്സിലാക്കിയ നേരത്തെ ഉദ്ധരിച്ച സൂറത്ത് അൻആമിലെ 129 പറഞ്ഞതാണ്. നമ്മിൽ ദുൽമുണ്ടാകാൻ പാടില്ല, നാം നന്നാവുക എന്നതാണ്. വോട്ട് പോലത്തെ ബിദ്അത്ത് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ നല്ല ഭരണാധികാരികളെ വേണമെങ്കിൽ നമ്മിൽ ദുൽമ ഉണ്ടാകാൻ പാടില്ല. ആധുനിക മുസ്ലിങ്ങളിൽ മിക്കവരിലും മുസ്ലിം സംഘടനകളിൽ മിക്കതിലും കാണുന്ന ദുൽമുകളാണ് അവർ പിഴച്ച വിശ്വാസങ്ങളിലും. അതിൽ ചിലത് മരണപ്പെട്ടവരോട് ഇസ്തിഗാസ, സഹായം തേടൽ, അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന വിശ്വാസം, സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന വിശ്വാസം, ഭരണാധികാരിക്കെതിരെ വിപ്ലവം ചെയ്യുക എന്ന വിശ്വാസം. ഈ പിഴച്ച വിശ്വാസങ്ങളുണ്ട്. അതുപോലെ ബിദ്അത്തുകളുണ്ട്. അതിൽ ചിലതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം, നിരപരാധികളുടെ കൊലകളും നാശനഷ്ടങ്ങളും സംഭവിക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭ സമരങ്ങൾ, മാസപ്പിറവി തീർത്തും ഗോളശാസ്ത്ര കണക്കിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുക, ദഅവത്ത്, പ്രബോധനം എന്ന് പറഞ്ഞ് വിജ്ഞാനമില്ലാത്തവർ 3 ദിവസം, 10 ദിവസം, 40 ദിവസം, 4 മാസം എന്ന ക്രമത്തിൽ നാടും വീടും കച്ചവടം വിട്ട് പുറപ്പെടുക, ബഹുദൈവാരാധകരുടെ ആഘോഷങ്ങൾക്ക് ആശംസ നേരുക, അതിൽ പങ്കെടുക്കുക. അതേപോലെ ഹറാമുകളുണ്ട്. അതിൽ ചിലതാണ് സംഗീതം, ഫോട്ടോ എടുക്കൽ, താടി വടിക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്യുക, വിവാഹ സദസ്സുകളിലും മറ്റും സ്ത്രീ പുരുഷ ഇടകലകൾ, സാമ്പത്തിക തിന്മകൾ. ഇനി ഒരു സഹോദരന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ തെറ്റ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് ആ സഹോദരനോട് ശത്രുതയും അകൽച്ചയും, അവനെ ബഹിഷ്കരിക്കുകയും ബോയ്ക്കോട്ട് ചെയ്യുകയും അവൻ്റെ പ്രബോധനം തടസ്സപ്പെടുത്തുകയും ചെയ്യുക, അവനെ ബഹിഷ്കരിക്കാൻ മറ്റു സഹോദരന്മാരെയും പ്രേരിപ്പിച്ച് അവനെ തീർത്തും അകറ്റി നിർത്തുക. ചില സഹോദരന്മാർ തെറ്റുകൾ കണ്ടുപിടിക്കാനും രഹസ്യങ്ങൾ പ്രചരിപ്പിക്കാനും ചാരപ്പണി ചെയ്യുന്നു. ഈ തിന്മകളിൽ സമൂഹം മുഴുകിയിരിക്കെ ദീനിലേക്ക് ഒരു മടക്കം നമ്മിൽ അധിക പേരിലും ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് നിന്ദ്യത ബാധിക്കുന്നു. അതുകൊണ്ട് മതത്തിലേക്ക് പൂർണ്ണമായും മടങ്ങുകയും പ്രഥമ ജിഹാദ് നിർവഹിച്ചാൽ മാത്രമേ നിന്ദ്യത നീങ്ങുകയുള്ളൂ. നല്ല ഭരണാധികാരികളെ അള്ളാഹു നമുക്ക് നൽകുകയുള്ളൂ. പ്രമാണങ്ങളിൽ വന്നിരിക്കുന്ന പരിഹാരം അതാണ്. അല്ലാതെ നമ്മളിൽ ഒരു മാറ്റം വരുത്താതെ വോട്ട് മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹു നമുക്ക് അക്രമികളായ ഭരണാധികാരികൾക്ക് പകരം
നല്ല ഭരണാധികാരികളെ നൽകുകയില്ല. നമ്മൾ മാറാൻ തയ്യാറല്ലെങ്കിൽ അള്ളാഹു കോപിക്കുകയും ശിക്ഷ ഇറക്കുകയും ചെയ്യും. ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.